പലതരത്തിലുള്ള എക്സിബിഷനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കൊല്ലം 8 പോയിന്റ് ആർട്ട് കഫേയിൽ ഇപ്പോൾ നടക്കുന്ന എക്സിബിഷൻ വ്യത്യസ്തമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2 അമ്മമാർ നടത്തുന്ന എക്സിബിഷൻ എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇങ്ങനെ തുണിയിൽ കൊത്തിവെച്ചിരിക്കുന്ന, മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, ഹിന്ദിയിലുണ്ട്, തമിഴിലുണ്ട്, അങ്ങനെ കൊത്തിവെച്ചിരിക്കുന്ന ഒരു കാര്യം കാണാൻ സാധിക്കും. ഇത് ഹൃദയത്തിലേക്കുള്ള വഴിയാണ്. അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ചിത്രങ്ങൾ കാണാൻ സാധിക്കും. രണ്ടാമത്തേത് പല കുട്ടികൾക്കും അറിവ് പകർന്നു നൽകിയ ഒരു അധ്യാപിക വരച്ച ചിത്രങ്ങളാണ്. 2 വർഷം കൊണ്ട് ഒരു അധ്യാപിക വരച്ച ചിത്രങ്ങളാണ്. ആ ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തിയുള്ള വലിയ ഗംഭീരമായിട്ടുള്ള ഒരു ചിത്ര പ്രദർശനം. നമ്മൾ നേരത്തെ കണ്ട ഹൃദയത്തിലേക്കുള്ള വഴിയും ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമൊക്കെ തന്നെ തയ്യാറാക്കിയത് 70 വയസ്സുള്ള ഒരു അമ്മയാണ്. ചെറുപ്പകാലം മുതലേ സജീവമായിരുന്നു അല്ലേ? തയ്ക്കാൻ ഭയങ്കര ഒരു എപ്പോഴും തയ്ച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ ഇതുപോലെ ഏത് ഡിസൈൻ കിട്ടിയാലും ഇരുന്നങ്ങ് തയ്ച്ചു. സന്തോഷമാണ് ഭയങ്കര. ആരാ ഈ ഇപ്പോഴും പ്രചോദനം നൽകുന്നത്? വീട്ടിലെല്ലാവരും എൻ്റെ സപ്പോർട്ടാണ്. എന്ത് ചോദിച്ചാലും വാങ്ങിച്ചുകൊണ്ട് തരും. ഏത് കളർ ചോദിച്ചാലും തിരക്കി പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് തരും. ഈ ഭരണഘടനയൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം. പക്ഷെ അത് ഇപ്പോൾ എങ്ങും കണ്ടിട്ടില്ല. തുണിയിൽ നൂലുകൊണ്ട് തുന്നിയ ഒരു ഇത് എത്ര കാലം എടുത്ത്, അതും വിവിധ ഭാഷകളിലുള്ളത് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം തയ്ക്കാൻ തന്നെ 6 മാസത്തിൽ കൂടുതലായി. അതെന്ത് ആദ്യം ട്രയലാണ് നമ്മൾ ചെയ്തത്. ട്രയൽ ചെയ്തിട്ടാണ് ഇത് ചെയ്തത്. 6 മാസം. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷും എല്ലാം ഉണ്ട്. എല്ലാത്തിനും ഓരോന്നിനും അതുപോലെ സമയമായിട്ടുണ്ട്. ഓരോ കാലം കഴിയുന്തോറും നമ്മുടെ ഉള്ളിൽ തന്നെ തങ്ങിക്കിടന്നിരുന്ന ഓരോരോ നമ്മുടെ കഴിവുകളെ നമ്മൾ തന്നെ കണ്ടെത്തി മുകളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു പ്രോസസ്സുണ്ടല്ലോ. നമ്മൾ മനുഷ്യൻ പോരാടി തളരുന്നില്ല എന്നൊക്കെ ഉള്ളതിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ് ഈ കാണുന്നത്. വലിയ സന്തോഷമുണ്ട്. ഈ ഭംഗിയുള്ള ചിത്രങ്ങളൊക്കെ പിറന്നത് ഒരു അധ്യാപികയുടെ കയ്യിൽ നിന്നാണ്. ശാന്ത ടീച്ചറെ നേരത്തെ മലയാള അധ്യാപികയായിരുന്നു. പക്ഷേ ഈ ചിത്രത്തിലേക്ക് എങ്ങനെ വന്നേ? ചിത്രം ഞാൻ ചെറിയ പ്രായത്തിൽ വരയ്ക്കുമായിരുന്നു, ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത്. പക്ഷെ പിന്നെ അതിനൊന്നുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സൂക്ഷിച്ചു വെച്ചു. ആർക്കും അറിയില്ലായിരുന്നു ഞാൻ വരയ്ക്കുമെന്നുള്ളത്. പിന്നെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞു. പിന്നെ 15 വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് 23-ൽ പിന്നെ തിരുവനന്തപുരത്ത് കലാഗ്രാമം ഉണ്ട്, അവിടെ പോയി ക്ലാസ്സിൽ പോയി അറ്റൻഡ് ചെയ്യുന്നു. പ്രത്യേകത 2 അമ്മമാരാണ്. അത് മാത്രമല്ല, ഒരിടത്ത് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം കൃത്യമായി തുണിയിൽ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ടീച്ചറിൻ്റെ ഇത്രയും വർഷത്തെ ഒരു എന്താ പറയുക കാത്തിരിപ്പ്, അല്ലെങ്കിൽ അതിനുശേഷം ഒരു 2 വർഷത്തിനുള്ളിൽ ഒരു പ്രദർശനം. ഇത് ആദ്യ പ്രദർശനമാണോ? ആദ്യ പ്രദർശനം അതൊരു നിയോഗമാണ്. എന്നുവെച്ചാൽ എനിക്കിനി എത്ര കാലം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇതിനി ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. അപ്പോൾ എൻ്റെ സ്റ്റുഡൻറ്റ് കണ്ണന് ഇതിനൊരു സന്നദ്ധത പ്രകടിപ്പിച്ചു. അമ്മയുടെ വർക്കും ഇരിക്കുകയാണ്, അതും കൂടെ ചെയ്യാം, ടീച്ചറിൻ്റെയും വർക്കൂടെ ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ട് നടന്നു. 2 അമ്മമാരുടെ ചിത്രങ്ങൾ, അവരുടെ കഴിവുകൾ കണ്ട ഒരു കാര്യമാണ്. വലിയ ഏറ്റവും പ്രൊഫഷണലായ രീതിയിൽ തന്നെ അവരുടെ കഴിവുകൾ പുറത്തെടുക്കാൻ സാധിച്ചു പ്രായത്തിലും എന്നുള്ളതാണ്. എന്തിനും പ്രായം ഒരു തടസ്സമല്ല എന്ന് തെളിയിക്കുന്നത് കൂടിയാണ് ഈ 2 അമ്മമാരും. ചാർവാൻ ഷാനവാസ് പരീതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം. ആ അമ്മമാരുടെ ചിരി കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നുന്നല്ലേ. കണ്ണൻ നായർ തന്നെ നമുക്കൊപ്പം ചേർന്നുണ്ട്. കാരണം ഈ 2 അമ്മമാരെ പോലെ എത്രയോ പേരുണ്ടാകുമല്ലേ, ചെറുപ്പത്തിൽ പല കാരണങ്ങൾ കാരണം തങ്ങളുടെ സ്വപ്നങ്ങളൊന്നും നേടിയെടുക്കാൻ സാധിക്കാതെ പോയവർ. പക്ഷേ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ ഈ 2 അമ്മമാർ ചെയ്തതുപോലെ പലരും ചെയ്യണമെന്നുമില്ല, സ്വപ്നങ്ങൾക്ക് പുറകെ പോകണം എന്നില്ല. പക്ഷേ ഈ 2 അമ്മമാരും ആ സ്വപ്നങ്ങൾക്ക് പുറകെ പോയി ഒരു എക്സിബിഷനൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം സീരിയസ് ആയിട്ട് അതിനെ കണ്ടതുകൊണ്ട് തന്നെയാണ്. ഒപ്പം സപ്പോർട്ടിന് ഫാമിലിയും ഉണ്ടായിരുന്നു എന്നതാണല്ലേ. ഈ 2 അമ്മമാരോട് പ്രായത്തെക്കുറിച്ച് ചോദിച്ചാൽ വയസ്സ് എന്ന് പറയുന്നത് വെറും നമ്പറല്ലേ മക്കളെ എന്ന് തിരിച്ച് മറുപടി പറയും. കാര്യം അവരുടെ പ്രവൃത്തിയിലൂടെയാണ് അവർ ആ കാര്യം തെളിയിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് 2 പേർക്കും വ്യത്യസ്ത മേഖലകളിൽ ഇഷ്ടമുണ്ട്. ആ മേഖലകളിൽ ഈ അവരുടെ യൗവനകാലത്ത് അതിലേക്ക് ശ്രദ്ധ പതിപ്പിക്കാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ഈ കുറേയേറെ കാലത്തിന് ശേഷം അവരുടെ ഇഷ്ട വിനോദം പ്രായമായ സമയത്ത് അതിലേക്ക് തിരിഞ്ഞത്. അതിൽ എടുത്തു പറയേണ്ടത് ഭരണഘടനയുടെ ആമുഖം
4 ഭാഷകളിലാണ് ഉമാറാണി ഷൺമുഖം എന്ന് പറയുന്ന ആ അമ്മ രേഖപ്പെടുത്തിയത്. അത് രേഖപ്പെടുത്തിയതിന് മാസങ്ങൾ എടുത്തു എന്നുള്ളതാണ്. ഒരു വലിയ ക്യാൻവാസിനകത്ത് ഇത് ഓരോന്നും തുന്നി പിടിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഏതാണ്ട് 6 മാസമൊക്കെ എടുത്താണ് ഒരു ബോർഡ്, ഒരു ക്യാൻവാസ് പൂർണ്ണമായും പൂർത്തിയാക്കിയത്. ആദ്യം ഇംഗ്ലീഷ് ചെയ്തു, അതിനുശേഷം മലയാളം ചെയ്തു, പിന്നീട് ഹിന്ദി ചെയ്തു, പിന്നാലെ തമിഴും ചെയ്തു. അങ്ങനെ 4 കാര്യങ്ങൾ ചെയ്തു. ഏതാണ്ട് 2 വർഷത്തോളം എടുത്താണ് ആ ഭരണഘടന എത്രത്തോളം മൂല്യമുള്ളതാണെന്ന് അമ്മയ്ക്ക് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ആമുഖം കൃത്യമായും ആ ക്യാൻവാസിൽ തുന്നി ചേർക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ഭംഗിയുള്ള പലതരത്തിലുള്ള ഒരു നിർമ്മാണങ്ങളും ആ ഭാഗത്ത് അമ്മ ചെയ്തിട്ടുണ്ട്. അതിന് ഏറ്റവും പിന്തുണ നൽകുന്നത് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള കണ്ണൻ ഷൺമുഖൻ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ കൂടിയായിട്ടുള്ള സർക്കാർ എൽ പി സ്കൂൾ ഹെഡ് മാസ്റ്റർ കൂടിയായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പിന്തുണയോട് കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തിയിലേക്ക് പോയത്. കണ്ണൻ ഷൺമുഖൻ്റെ കോളേജിലെ അധ്യാപികയായിരുന്നു ശതകുമാരി എന്ന് പറയുന്ന ടീച്ചർ. ആ ടീച്ചർക്ക് വലിയ രീതിയിൽ ചിത്രം വരയ്ക്കാൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ജോലി തിരക്കും ഒക്കെ കാരണം കോളേജ് പഠിപ്പിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് 15 വർഷത്തിന് ശേഷമാണ് പിന്നീട് അവരുടെ ഇഷ്ട വിനോദ മേഖലയിലേക്ക് എത്തിയത്. 2023 ആ മേഖലയിലേക്ക് എത്തുകയും ചിത്രരചന ശാസ്ത്രീയമായി പഠിക്കുകയും ചെയ്തത്. അതിഗംഭീരമായിട്ടുള്ള, പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള അതിഗംഭീരമായിട്ടുള്ള ചിത്രങ്ങളാണ് അവർ വരച്ചിട്ടുള്ളത്. കാര്യം പ്രായത്തെ ഒരു തരത്തിലും അവരുടെ പ്രവൃത്തികളെ അല്ലെങ്കിൽ അവരുടെ കഴിവുകളെ ബാധിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന തന്നെയാണ് അവരുടെ ആ 2 പേരുടെയും ആ എക്സിബിഷൻ. ഏറെ ആൾക്കാരാണ് ഈ 2 അമ്മമാരുടെയും അങ്ങനെ ഒരുപാട് പേര് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എന്തായാലും കാരണം ഇവർ നൽകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല എന്നതാണല്ലേ. നമുക്കൊരു ഇഷ്ടമുണ്ട്, എപ്പോഴെങ്കിലും അതിലൂടെയൊക്കെ സഞ്ചരിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രായമൊന്നും അതിനൊരു തടസ്സമല്ല. എപ്പോൾ വേണമെങ്കിലും ഒന്നേന്നത് തുടങ്ങാനൊക്കെ സാധിക്കുമെന്നതാണ്. എന്തായാലും അതിമനോഹരമായ ചിത്രങ്ങൾ, അതുപോലെ തന്നെ ആ ഭരണഘടനയൊക്കെ തുന്നി ചേർത്തേക്കുന്ന എത്ര വടിവൊത്ത അക്ഷരമല്ലേ, അത്ര മനോഹരമായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ കൊല്ലത്തുള്ള 8 പോയിന്റ് ആർട്ട് കഫേയിലാണ് ഈ ഒരു എക്സിബിഷൻ നടക്കുന്നത്. അങ്ങോട്ടേക്ക് പോയാൽ മതി.